കനുഗോലുവിനെയും ദീപദാസ് മുൻഷിയെയും ചട്ടുകമാക്കി KC വേണുഗോപാൽ ഗുലുഗുലു. ഇന്ന് നാം വിജയികളായി കാണുന്ന ഏതെങ്കിലും ഒരു വ്യവസായിയോ രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റിന്റെയോ നയതന്ത്രജ്ഞന്റെയോ ട്യൂഷൻ കൊണ്ടാണോ ആ പൊസിഷനിൽ എത്തിയിട്ടുള്ളത്? അല്ല. അതുപോലെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു സ്ട്രാറ്റജിസ്റ്റിന്റെയോ കൺസൾട്ടന്റിന്റെയോ സഹായം കൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പ് വിജയിച്ച ചരിത്രമുള്ളത്? ഞാൻ പൂർണ്ണമായും ഇവരുടെ ചെയ്തുകളെ തള്ളിക്കളയുന്നില്ലെങ്കിലും കൺസൾട്ടന്റുമാരുടെയും തന്ത്രജ്ഞന്മാരുടെയും ഉപദേശം കൊണ്ട് നിലവിലുള്ള റിസൾട്ട് ഒരു പരിധിവരെ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. പക്ഷേ ഒരു സ്ട്രാറ്റജിസ്റ്റിൻ്റെയോ മാനേജ്മെന്റ് കൺസൾട്ടന്റിൻ്റെയോ പ്രവർത്തനം കൊണ്ട് ഫലം കിട്ടണമെങ്കിൽ അതിന് ആവശ്യമായ ചില അവശ്യ ഘടകങ്ങൾ ആ സ്ഥാപനത്തിലോ പ്രസ്ഥാനത്തിലോ ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനമാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. നേതാവ് തെക്കോട്ടെന്ന് പറയുമ്പോൾ വടക്കോട്ട് പോകുന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് മാനേജ്മെന്റ് സംവിധാനം പലരും കയറി ഭരിക്കുന്ന ഒരു സംവിധാനമാണെങ്കിലോ അതൊരിക്കലും ലക്ഷ്യം കാണുകയില്ല. സ്ഥാപനത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ മേധാവി അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ സംഘടനയുടെ തലവൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിരിക്കണം. അദ്ദേഹം ഓടുവാൻ പറഞ്ഞാൽ ആ പ്രസ്ഥാനം ഓടണം. അതുപോലെ നിൽക്കുവാൻ പറഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ നിൽക്കണം. സ്ഥാപനങ്ങളിലാണെങ്കിൽ കൃത്യമായ ലൈൻ ആൻഡ് സ്റ്റാഫിംഗ്, പൊളിറ്റിക്കൽ പാർട്ടികളാണെങ്കിൽ കൃത്യമായ റാങ്ക് ആൻഡ് ഫയൽ സംവിധാനം ഉണ്ടായിരിക്കണം. ആ പദവികൾ വഹിക്കുവാൻ കാലിബറുള്ളവരെ കണ്ടെത്തി അവർക്ക് ചുമതലകൾ നൽകണം. അവർക്ക് ചുമതലകൾ ഡെലിഗേറ്റ് ചെയ്യുക. ഒരിക്കലും അവരെ ബൈപ്പാസ് ചെയ്യാതിരിക്കുക. ഒരു മേധാവിയെ നമുക്ക് കപ്പിത്താനോട് ഉപമിക്കാം. കപ്പിത്താൻ ഒരിക്കലും കപ്പലിൻ്റെ ഡെക്ക് ക്ലീൻ ചെയ്യാൻ പോവുകയോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പോവുകയോ ഇല്ല. ആ പണികൾ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ടവർ മാത്രം ചെയ്യും. സാധാരണഗതിയിൽ കപ്പലിൻ്റെ നിയന്ത്രണം സെക്കൻഡ് ഇൻ കമാൻഡിനായിരിക്കും. എന്നാൽ കടൽ പ്രക്ഷുബ്ധമായാൽ, നിയന്ത്രണ വിധേയമല്ലാതായാൽ കപ്പിത്താൻ സകല നിയന്ത്രണങ്ങളും ഏറ്റെടുക്കും. അതേസമയം കപ്പിത്താൻ ആ സമയം ഡെക്ക് ക്ലീൻ ചെയ്യാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ? പല സ്ഥാപനങ്ങളുടെയും പൊളിറ്റിക്കൽ പാർട്ടികളുടെയും പ്രധാന പ്രശ്നം ഉടമ അല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷൻ അറിയാതെ ഒരു മുട്ടുസൂചി പോലും എടുത്തു മാറ്റുവാൻ സാധ്യമല്ല. പ്യൂണിന് ലീവ് കൊടുക്കണമെങ്കിൽ പോലും ഉടമയുടെ അല്ലെങ്കിൽ അധ്യക്ഷന്റെ അനുമതി വേണം. അതുപോലെ നയിക്കേണ്ട, ആസൂത്രണം നടത്തേണ്ടുന്ന നേതാവ് മറ്റ് കേഡറുകളിലുള്ളവരെ നിഷ്പ്രഭമാക്കി അവർ തന്നെ എല്ലാം ഏറ്റെടുത്ത് സ്വയം ചെയ്യും. ഇത്തരം പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും ഒരിക്കലും വളർച്ചയുണ്ടാവില്ല. വളർച്ച ഉണ്ടായാൽ തന്നെ അത് പരിമിതമായിരിക്കും. ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റിന്റെ, ഒരു സ്ട്രാറ്റജിസ്റ്റിന്റെ ആവശ്യം ഇവിടെയാണ്. ഒരു സിസ്റ്റം ഇൻ പ്ലേസ് ആക്കുക, ഒരു മികച്ച സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റിന്റെ പ്രധാന ചുമതല. കൃത്യമായ ഇൻഹൗസ് പഠനം നടത്തി, മാർക്കറ്റ് സർവേ നടത്തി നിലവിൽ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. SWOT അനാലിസിസ് നടത്തുക. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് ഇവ അനലൈസ് ചെയ്യുക. ലൈൻ ആൻഡ് സ്റ്റാഫിംഗ് കറക്റ്റ് ചെയ്യുക. കൃത്യമായ സ്ട്രാറ്റജിക് പ്ലാനിംഗ് നടത്തുക. അത് സമയബന്ധിതമായി വാർഷിക, അർദ്ധവാർഷിക, ത്രൈമാസ, പ്രതിമാസ, വീക്ക്ലി, ഡെയിലി പ്ലാനുകളാക്കി നടപ്പിലാക്കുക. കൃത്യമായ ഇടവേളകളിൽ ഇവയെല്ലാം നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ നേടുക. ഇത് സാധ്യമാക്കി എടുക്കുന്നവനാണ് ഒരു യഥാർത്ഥ മാനേജ്മെന്റ് കൺസൾട്ടന്റ്. ഈ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് പ്രീ റിക്വിസിറ്റ്സ് അഥവാ മുന്നോടിയായി ചില സുപ്രധാന കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടികൾ കൃത്യമായ ഡേറ്റാബേസ് ഉണ്ടാവണം. ഉദാഹരണത്തിന് കേരളം പോലൊരു സംസ്ഥാനമാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ മുഴുവൻ ജനസംഖ്യ എത്ര, അതിലെത്ര സ്ത്രീകളും പുരുഷന്മാരും, ജാതി മത സമുദായ അടിസ്ഥാനത്തിൽ കൃത്യമായ മൈക്രോ ലെവൽ ഇൻഫർമേഷൻ, കൃത്യമായ വിവരങ്ങൾ എല്ലാം ഉണ്ടാവണം. അതുപോലെ പ്രഷർ ഗ്രൂപ്പുകൾ, കാറ്റലിസ്റ്റുകൾ, അങ്ങനെ വിശദമായ വിവരങ്ങൾ ശേഖരിക്കണം. നല്ലൊരു ബാക്ക് എൻഡ് ടീം ഉണ്ടാവണം. സുസജ്ജമായ ഒരു വാർ റൂം വേണം. ഇവർ എണ്ണയിട്ട ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് പോലെ രാപകൽ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കണം. അപ്പോഴാണ് റിസൾട്ടിലേക്ക് വരിക. ഇതിനെക്കുറിച്ച് ഓരോ വിഷയത്തെക്കുറിച്ചും സംസാരിക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരും. അത്ര വലിയൊരു സബ്ജക്റ്റാണിത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയുമെങ്കിലും ആമുഖമായി പറഞ്ഞെങ്കിലേ ആ വിഷയത്തിലേക്ക് എനിക്ക് വരുവാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓർക്കുക, ഇപ്രകാരമൊന്നും ചെയ്യാതെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നയതന്ത്രജ്ഞൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നതും പറയുന്നതുമെല്ലാം വെറും ഊഹാപോഹമാണ്, പൊട്ടത്താപ്പാണ്. പൊട്ടക്കണ്ണൻ്റെ മാവേലേറാണ്. ചിലപ്പോൾ ഏറുകൊള്ളും, ചിലപ്പോൾ മാങ്ങ വീഴും. ഇതിനെയാണ് കിട്ടിയാലൂട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ഈ അടുത്ത കാലത്തായി മാധ്യമങ്ങളിൽ കൂടി തുടരെ കേൾക്കുന്ന പേരാണ് സുനിൽ കനുഗോലു. തമിഴ്നാട്ടിൽ സ്റ്റാലിനെ അധികാരത്തിലേറ്റിയ, കർണാടകയും തെലങ്കാനയും കോൺഗ്രസിന്റെ കയ്യിൽ എത്തിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നിലവിൽ AICCയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്ട്രാറ്റജിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സുനിൽ കനുഗോലു. സുനിൽ കനുഗോലുവിൻ്റെ മാജിക് ദണ്ട് ഒന്ന് വീശിയാൽ
കേരളത്തിലും അധികാരം പിടിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ, പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ. സുനിൽ കനുകൂലുവല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും കേരളത്തിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്തുകൊണ്ട് വർക്കൗട്ട് ആകില്ല എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ആമുഖമായ കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടോ? ഇല്ല. റാങ്ക് ആൻഡ് ഫയൽ സംവിധാനം സ്ട്രോങ് ആണോ? അല്ല. പാർട്ടിക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഇവിടെ ഉണ്ടോ? ഇല്ല. കൃത്യമായ ഡേറ്റാബേസ് ഉണ്ടോ? ഇല്ല. കൃത്യമായ ഇടവേളകളിൽ പ്രവർത്തനം വിലയിരുത്തപ്പെടാറുണ്ടോ? ഇല്ല. 54 വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്. ദാരിദ്ര്യം പിടിച്ച ഒരു ഇന്ദിരാഭവനല്ലാതെ ഇവർക്ക് കൊള്ളാവുന്ന ഒരു ആസ്ഥാന മന്ദിരം പോലും ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നാൽ CPM-നെ നോക്കുക. അത്യാധുനിക സംവിധാനമുള്ള AKG ഭവനുണ്ട്. 2 പെട്ടി ഓട്ടോറിക്ഷയിൽ കയറുവാൻ ആളുപോലും ഇല്ലാത്ത CPI-യുടെ ആസ്ഥാന മന്ദിരമായ MN സ്മാരകം ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? ഇരിക്കാൻ പേരിനൊരു MLA പോലും ഇല്ലാത്ത BJP-യുടെ മരാർജി ഭവൻ കണ്ടിട്ടുണ്ടോ? എന്നിട്ടോ ഹൈക്കമാൻഡ്. അതുപോലെ ഇടതുപക്ഷത്തിന് ദേശാഭിമാനി എന്ന പത്രവും കൈരളി എന്ന ചാനലും അതിനെല്ലാം ഏറ്റവും അത്യാധുനിക സൗകര്യമുള്ള സ്വന്തം ഓഫീസ് കെട്ടിടങ്ങളുമുണ്ട്. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കോ വീക്ഷണം എന്നൊരു പത്രം ഉണ്ടായിരുന്നു. അത് ഇന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. ജയ് ഹിന്ദ് എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു. ഈ 2 പ്രസ്ഥാനങ്ങളും ചെന്നിത്തലയും ഹസനും മത്സരിച്ച് കട്ടുമുടിച്ചു. ഒരു കൊള്ളാവുന്ന ഒരു സോഷ്യൽ മീഡിയ ടീം പോലും ഇന്ന് ഇവർക്കില്ല. പക്ഷേ മുടിഞ്ഞ ഒരു ഹൈക്കമാൻഡ് ഉണ്ട്. പണ്ട് പിടയ്ക്കുന്ന തിരുതമീനുമായി പോകുന്ന ഒരു ഹൈക്കമാൻഡൻ ഉണ്ടായിരുന്നു. അത് അമ്മയെ ലക്ഷ്യമാക്കി അടുക്കളയിലേക്കായിരുന്നു ആ പോക്ക്. ഇന്ന് ചരക്ക് വിമാനത്തിൽ സാധനങ്ങൾ അടിക്കുന്ന ഒരു ഹൈക്കമാൻഡൻ ഉണ്ട്. അത് മകനെ ലക്ഷ്യം വെച്ചാണ്. ഹൈക്കമാൻഡ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി ചൊറിച്ചിൽ വരില്ലേ? ഹൈക്കമാൻഡ്. ഗ്രാൻഡ് ഓൾ പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഏതാണ്ട് 54 വർഷത്തോളം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്. പക്ഷേ ഇന്ന് എന്താണ് അവസ്ഥ? യൂണിറ്റി ഓഫ് കമാൻഡ് എന്നൊന്നില്ല. അവസരം കിട്ടുമ്പോഴെല്ലാം ഈ ഹൈക്കമാൻഡന്മാർ സംസ്ഥാന നേതാക്കളെ ബൈപ്പാസ് ചെയ്യുന്നു. കേരളത്തിൽ KPCC അധ്യക്ഷനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. പക്ഷേ ഇവരെ എല്ലാം ബൈപ്പാസ് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ ചെന്നിത്തലയെ ഇറക്കിയതിന് പിന്നിൽ മറ്റാരുമല്ല, കുറുക്കൻ കെ.സി. വേണുഗോപാൽ തന്നെയാണ്. സുനിൽ കനുകൂലുവിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നതും കുഴിപ്പുളവനായ കെ.സി. വേണുഗോപാൽ തന്നെയാണെന്ന് മനസ്സിലാക്കുക. AICC നിയമിച്ച എന്ന് പറയുമ്പോൾ സകല സിസ്റ്റങ്ങളും തലതാഴ്ത്തും. എല്ലാ തരവഴികളും നയതന്ത്രജ്ഞന്റെ തലയിൽ ചാരി ചെയ്യുകയും ചെയ്യാം. ആർക്കും അപ്പോൾ മിണ്ടാൻ സാധിക്കില്ലല്ലോ. കാശ് കൊടുക്കുന്നതും ഹൈക്കമാൻഡൻ ആയതുകൊണ്ട് കനുകൂലുവിന്റെ കൂറും സ്വാഭാവികമായി ഹൈക്കമാൻഡനോട് ആയിരിക്കും. AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും സുനിൽ കനുകൂലുവുമെല്ലാം കെ.സി. വേണുഗോപാലിന്റെ കയ്യിലെ വെറും ചട്ടുകങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇവരെ മുൻനിർത്തി കളിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. കനുകൂലുവിന്റെ ടീം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും ദീപദാസ് മുൻഷി കേരളത്തിലെത്തി മുതുക്ക് നേതാക്കളുമായി പേഴ്സണലായി നടത്തിയ ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ചകൾക്ക് തുടക്കമിടുന്നത് കെ.സി. വേണുഗോപാലിന്റെ സ്വാർത്ഥ ലക്ഷ്യം മുന്നിൽ വെച്ച് മാത്രമാണെന്ന് മനസ്സിലാക്കുക. കെ.സി. വേണുഗോപാലിന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു ടീമിനെ ഉണ്ടാക്കുവാനാണ്. അറിഞ്ഞു കളിച്ചാൽ ഇത്തവണ ഭരണം പിടിക്കാം എന്നതുകൊണ്ട് മാത്രമാണ് ഈ ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ കെ.സി. വേണുഗോപാലിനെയൊക്കെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ആ പദത്തിന് കൂടി നാണക്കേടാണ്. ഇവരെ ലോ കമാൻഡ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് കമാൻഡ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കേണ്ടുന്നത്. വീക്ക്നെസ് അറിഞ്ഞ് കളിക്കുന്നവൻ എന്നൊക്കെയാണ് ഇവരെ വിശേഷിപ്പിക്കേണ്ടുന്നത്. പേരിൽ ഹൈ ഉണ്ടെന്നുള്ളതല്ലാതെ ഇവരുടെ പ്രവൃത്തികളെല്ലാം വെറും ലോയാണ്. കാലാകാലങ്ങളായി നാണംകെട്ട തോൽവിക്ക് പാർട്ടിയുടെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഒരു ഹൈക്കമാൻഡ്. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയാണെങ്കിലും കേരളത്തിൽ നല്ല രീതിയിൽ പോകുമ്പോഴാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കൈവരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അപ്പോഴാണ് ഹൈക്കമാൻഡിന്റെ ലോ ലെവലിലുള്ള കളികൾ ആരംഭിച്ചത്. അഡ്രസ് ഇല്ലാതിരുന്ന രമേശ് ചെന്നിത്തല ഒരു സുപ്രഭാതത്തിൽ അപ്പൻ കളിക്കുവാൻ ആരംഭിച്ചത് കെ.സി. വേണുഗോപാലിന്റെ ആശീർവാദത്തോടെയാണ്, അനുമതിയോടെയാണ്. ഈ ബൈപ്പാസ് കളി ഹൈക്കമാൻഡൻ കണ്ട് രസിച്ചു. കഴിഞ്ഞ ദിവസം കൂടിയ രാഷ്ട്രീയകാര്യ സമിതിയിൽ വി.ഡി. സതീശനെ A.P. അനിൽകുമാർ കടന്നാക്രമിച്ചതും ശൂരനാട് രാജശേഖരൻ എന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ നേതാവ് പരസ്യമായി വ്യക്തിഹത്യ നടത്തിയതും കെ.സി. വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ്. അദ്ദേഹത്തെ സുഖിപ്പിക്കുവാനാണ് എന്നുറപ്പാണ്. കാരണം കെ.സിയുടെ കനകോലു ടീമിനെ അപ്രസക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് ആലോചിക്കാതെ വി.ഡി. സതീശൻ സ്വന്തം നിലയിൽ ഒരു സർവേ നടത്തി വിജയസാധ്യതയുള്ള പ്ലാൻ 63 അവതരിപ്പിച്ചത് വി.ഡി. സതീശന്റെ അമിതാവേശമായി ആണ് കെ.സിയും മറ്റ് താപ്പാനകളും കണ്ടത്. അതിനുള്ള മരുന്നാണ് പരസ്യമായി
അനിലിനെ വെച്ചും ശൂരനാടിനെ വെച്ചും രാഷ്ട്രീയകാര്യ സമിതിയിൽ കൊടുത്തത്. അത് മാത്രമല്ല, ഹൈക്കമാൻഡിലെ ചട്ടുകങ്ങൾ വന്ന ആദ്യ ദിനം വിഡിയുടെയും കൂട്ടരുടെയും അസൗകര്യത്തെ തുടർന്ന് ആ പരിപാടി മാറ്റിവെച്ചു. ഹൈക്കമാൻഡിലെ ചട്ടുകങ്ങൾക്ക് തിരികെ പോകേണ്ടി വന്നതും ഒരു വലിയ ക്ഷീണമായി. അതിൻ്റെ ചുരുക്കാണ് അന്ന് ചൂലുകളെ വെച്ച് KC തീർത്തത്. എന്നിട്ട് സ്വാന്തനിപ്പിക്കുവാൻ മധ്യസ്ഥനായി KC ചാടി വീഴുകയും ചെയ്തു. ഇതെല്ലാം KC കളിച്ച കളിയാണെന്ന് ആർക്കും തോന്നിയതേ ഇല്ല. ചെന്നിത്തലയുടെ അഭിനയത്തിനൊക്കെ മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് കൊടുക്കേണ്ടതാണ്. മാധ്യമങ്ങളോടൊക്കെയുള്ള ആ പറച്ചിൽ കേട്ടാൽ, സുധാകരനെ അനുകൂലിച്ച് പറയുന്നത് കേട്ടാൽ ഇതുപോലൊരു മുതൽ ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഈ അനിൽകുമാറും ശൂരനാടും ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ തെറിവിളി വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ്. ഇവന്മാരെ കൊണ്ട് പാർട്ടിയുടെ രാഷ്ട്രീയ ഇമേജ് ഇന്ന് ഈ കാണുന്ന നിലയിലെങ്കിലും ആക്കിയെടുക്കുവാൻ എന്തെങ്കിലും സംഭാവനകൾ ചെയ്തിട്ടുള്ളതായി ആർക്കെങ്കിലും അറിയാമോ? പണ്ടത്തെ സത്തെടുത്ത കൊത്തുകളാണ് ഇവർ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വല്ല കാര്യവും ഉണ്ടോ? KC വേണുഗോപാലും ചെന്നിത്തലയും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് കാണിച്ചത് കടുത്ത പാതകമാണ്. ഇവരുടെ സ്വാർത്ഥതയോടെയുള്ള പ്രവർത്തനം മൂലം കോൺഗ്രസിൻ്റെ സകല പൊള്ളത്തരങ്ങളും ഇപ്പോൾ ഇടകീറി പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഉണ്ടായിരുന്ന ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ ഡൈലൂട്ടഡ് ആയിപ്പോയി. K സുധാകരനും VD സതീശനും തമ്മിൽ ചില്ലറ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ നയിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മികവുറ്റ വിജയം കൈവരിക്കുമായിരുന്നു. KC വേണുഗോപാൽ ചെന്നിത്തലയെ ഇറക്കി പാർട്ടിയുടെ ആ അലൈൻമെൻറ്റ് തകർത്ത് കളഞ്ഞു. ഇത്രയും മിടുക്കരായ ഒരു യുവ നേതൃത്വനിര കോൺഗ്രസ്സിന് ഒരു സംസ്ഥാനത്തും ഇല്ല. ഈ മിടുക്കന്മാരായ യുവനേതാക്കളുടെ ഭാവിയാണ് ഈ രണ്ട് മുതുക്കുകൾ KC വേണുഗോപാലും ചെന്നിത്തലയും ചേർന്ന് നശിപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ശക്തമായ തെളിവുകൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നതാണ്. കനകോലു പറയുവാൻ പോകുന്ന പൊട്ടത്താപ്പ് ലിസ്റ്റ് വേണുഗോപാൽ പറയുന്ന ലിസ്റ്റാണെന്ന് മനസ്സിലാക്കുക. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല കുഴിപ്പുളവന്മാരെ കണ്ടാൽ കോൺഗ്രസ്സിന് ആരും വോട്ട് ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കിയാൽ ഇവർക്ക് കൊള്ളാം. തലമുറകൾക്കുള്ളത് ഉണ്ടാക്കിയില്ലേ, മതിയായില്ലേ, ഇനി ഷെഡിൽ കയറാറായില്ലേ എന്ന് യുവനേതാക്കൾ തുറന്നു ചോദിക്കണം. ചോദിച്ചേ പറ്റൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.